കർത്താവിന്റെ അളവറ്റ കൃപയാൽ ക്രിസ്ത്യൻ ഗ്രോത്ത്, അതായത് ക്രിസ്തീയ വളർച്ച എന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തീയ വളർച്ചയുടെ അനിഷേധ്യമായിരിക്കുന്ന 2 അടിസ്ഥാന ഘടകങ്ങൾ, കൃപയും പരിജ്ഞാനവും എന്ന വിഷയം നാം പഠിച്ചു വരികയായിരുന്നു. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ പരിജ്ഞാനം എന്ന വാക്കിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ആ വേദഭാഗം എക്സ്പൗണ്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കിയത്. അത് പലർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സും അതിന്റെ തുടർമാനമായ വിഷയമാണ്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് പരിജ്ഞാനം എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചുള്ള എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വേർഡിൽ നിന്നുകൊണ്ട് ആ പരിജ്ഞാനം എന്ന പത്രോസ് അവിടെ ഉദ്ദേശിച്ചത് ദ നോളജ് വിച്ച് ലീഡ്സ് ടു ദി ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിന്റെ ഉന്നം വയ്ക്കുന്ന ഇടത്തിലേക്ക്, ഗോളിലേക്ക് നമ്മെ ആനയിക്കുന്ന ജ്ഞാനം എന്നും, ദാറ്റ് വിച്ച് യുണൈറ്റ്സ് ദ സബ്ജക്റ്റ് വിത്ത് ദി ഒബ്ജക്റ്റ്, അതായത് വിശ്വാസിയും ക്രിസ്തുവിനെയും കൂടെ പരസ്പരം സമന്വയിപ്പിച്ച് ക്രിസ്തുവിൽ നമ്മുടെ സ്വയം ലയിച്ച് ഇല്ലാതെയായി ക്രിസ്തു നാം മുഖാന്തരം അറിയപ്പെടുന്ന ജ്ഞാനമാണെന്നും, മൂന്നാമതായി അത് ഫുൾ നോളജ്, അതായത് സമ്പൂർണമാകുന്ന ജ്ഞാനം ആകുന്നു എന്നും, നാലാമത് നോളജ് ഇൻ സ്പിരിച്വൽ തിങ്സ്, അതായത് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ അധിഷ്ഠിതമാകുന്ന ജ്ഞാനം എന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിന്റെ തുടർച്ചയായി പഠിക്കാൻ പോകുന്നത് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. പത്രോസിന്റെ 2 ലേഖനങ്ങളിലെയും പ്രതിപാദന വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഗ്രോത്താണ്, ക്രിസ്തീയ വളർച്ച എന്നുള്ളതാണ്. അതില് 2-ാം അധ്യായത്തിന്റെ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇതാണ് പത്രോസ് അവിടെ നൽകുന്ന പ്രബോധനം. ആ വാക്യാംശത്തിൽ നമുക്ക് വായിച്ചാൽ തന്നെ അവിടുത്തെ പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഗ്രോത്ത്, അതായത് ക്രിസ്തീയ വളർച്ച, ആ വളർച്ചയെക്കുറിച്ചുള്ള ദർശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഭൗമിക ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരൊക്കെ സമീകൃത ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതിന്റെ ആവശ്യത്തെ സംബന്ധിച്ചു നാം എല്ലാവരും അത് ആഹരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും നിരന്തരമായി നമുക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ, അതായത് നമ്മുടെ ഭൗമിക മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന് അതിന്റെ സമഗ്രമാകുന്ന വളർച്ചയ്ക്ക് സമീകൃത ആഹാരം അനിവാര്യമാകുന്ന പോലെ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ, അതായത് ആത്മീക മനുഷ്യന്റെ ആത്മീകമായ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമാകുന്ന സമീകൃത ആഹാരങ്ങൾ ആവശ്യമുണ്ട്. ഈ സമീകൃത ആഹാരം എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ആഹരിക്കേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ഈ പഠനത്തിന്റെ 3-ാമത്തെ ശാഖയിൽ പഠിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അതിന് ഉപോദ്ബലകമായി വായിച്ച ബേസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണ്. പത്രോസ് ക്രിസ്തീയ വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം 1-ാം അധ്യായം മുഴുവൻ അതിപ്രധാനമായ 4 പ്രബോധനങ്ങൾ നമ്മൾ പറഞ്ഞു 1-ാം അധ്യായത്തിൽ. അതായത് പ്രവാസികളും പരദേശികളുമാകുന്ന നാം ഈ പ്രവാസ ലോകത്ത് പാലിക്കേണ്ട 4 ആത്മീക പ്രമാണങ്ങൾ ആണ് 1-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്. അത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമായ 4 പ്രമാണങ്ങളാണ്. അതിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ, പിന്നെ അന്യോന്യം ഉറ്റ് സ്നേഹിപ്പീൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെങ്കിൽ നമുക്ക് വെളിപ്പെടുവാനുള്ള
പ്രത്യാശ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുകയും 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 1:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ 4 അടിസ്ഥാന പ്രവാസ പ്രമാണങ്ങൾ ഈ അനുവാചകരെ അനുസ്മരിപ്പിച്ച ശേഷം അതിന്റെ 2-ാം അധ്യായം എന്ന് പറയുന്നത് ഈ 1-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ തുടർച്ചയാണ്. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 2-ാം അധ്യായം ആരംഭിക്കുന്നത്. Wherefore എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതായത് നാം പ്രവാസികളായതുകൊണ്ടും ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ ദൈവം കർത്താവ് വിശുദ്ധനായിരുന്ന പോലെ പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും അതുപോലെ ദൈവത്തെ ഭയത്തോടെ സേവിക്കേണ്ടതിന്റെ അനിവാര്യതയും സഹോദരന്മാരെ അന്യോന്യം സ്നേഹിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും കർത്താവിന്റെ പ്രത്യക്ഷയെങ്കിൽ നമുക്ക് വരുവാനുള്ള ദൈവകൃപയിൽ നമുക്ക് രൂഢമൂലമാകേണ്ട പ്രത്യാശയും ഇത് പറഞ്ഞ ശേഷം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ഓർത്തപോലെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ജനനമാണ്, ജനനാനുഭവമാണ്. ഒരു ശിശു ജനിക്കുകയാണ്. ക്രിസ്തു നമ്മിൽ ജനിക്കുന്നു, നാം ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നു. അതിലൂടെ ഒരു ആത്മീയ ശിശു ജനിച്ചു കഴിയുന്നു. ആ ശിശുവിന്റെ വളർച്ചയാണല്ലോ അതിപ്രധാനമാകുന്ന ലക്ഷ്യം. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഭൗമിക ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായും സമീകൃത ആഹാരം ആവശ്യമായിരിക്കുന്ന പോലെ ദൈവവചനമാകുന്ന പോഷക ആഹാരം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അനിഷേധ്യമാണ് എന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുക. കുറെ കാലങ്ങൾക്ക് മുമ്പ് ദ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ, അതാണ് ഞാൻ സാധാരണ വരുത്തുന്നത്, ആ പത്രത്തില് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന ഒരു വാർത്ത ഞാൻ എൻ്റെ പേപ്പർ കെട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, അതിന്റെ ടൈറ്റിൽ ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഡൈഡ് അറ്റ് മാൽ ന്യൂട്രീഷൻ എന്നാണ്. അതായത് ന്യൂട്രീഷൻ ടെക്നോളജിസ്റ്റ് ഡൈഡ് അറ്റ് മാൽ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ടെക്നോളജി PhD എടുത്ത ഒരു മനുഷ്യൻ, അതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രോസസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ കുറിച്ച് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഈ ഡൈഡ് അറ്റ് മാൽ ന്യൂട്രീഷൻ. അതായത് പോഷകാഹാരം ജനങ്ങൾക്ക് കൊടുക്കാൻ അത് ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയുടെ ഡയറക്ടർ പോഷകാഹാരക്കുറവ് മുഖാന്തരം മരിച്ചുപോയി എന്നാണ് പത്രത്തിലെ വാർത്ത. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ രസം തോന്നി. നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാ ഈ വാർത്തയിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നമുക്കൊക്കെ വാസ്തവത്തില് ആത്മിക പോഷക ആഹാരത്തിന്റെ അപര്യാപ്തതയും, എന്നാല് വലിയൊരു കൂട്ടം ആളുകൾ ദൈവവചനം പഠിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാലും ആത്മീയമായി വളർച്ചയ്ക്ക് ഉതകുന്ന പോഷകാംശമുള്ളത് വളരെ പരിമിതമായി മാത്രമേ ആളുകൾ ആഹരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ചിന്തനീയമായ ഒരു വിഷയം. ഇവിടെ 2 ഭാഗങ്ങളായിട്ടാണ് ഈ വാക്യാംശത്തെ ഈ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സമീകൃത അതായത് ഈ ക്രിസ്തീയ വളർച്ചയ്ക്ക് സഹായകമായ സമീകൃത ആഹാരം കൊണ്ട് പരിപോഷിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നീക്കിക്കളയേണ്ട 5 കാര്യങ്ങൾ. 2, പോഷിപ്പിക്കപ്പെടേണ്ട 4 കാര്യങ്ങൾ. അപ്പൊ 5, 4, 9 കാര്യങ്ങളാണ് ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇന്ന് പറയാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ക്ലാസ് ലളിതമായിരിക്കും, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഏതു സമയത്തും നിങ്ങൾക്കത് ഓർത്തിരിക്കുകയും ചെയ്യാം. ഇവിടെ ഈ 2-ാം വാക്യത്തില് 1-2 വാക്യങ്ങൾ ആദ്യമായി വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങള് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയുക. ചില കുഞ്ഞുങ്ങളുടെ ശരീരം എത്രമാത്രം ആഹാരം കഴിച്ചാലും ആ ശരീരം പുഷ്ടിപ്പെടുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ കൊണ്ടുവന്ന് ചില പീഡിയാട്രീഷ്യൻസിനെ കാണിക്കുന്നുണ്ട്. അവരെ കാണിച്ചു കഴിയുമ്പോൾ അവർ ഈ കുഞ്ഞുങ്ങളുടെ വയറിനകത്തുള്ള കുറെ ബോംസ് ഒക്കെ പുറത്തു പോകാനുള്ള മെഡിസിൻ കൊടുക്കും. ശരീരത്തിൽ കഴിക്കുന്നതായിട്ടുള്ള ആഹാരം, പാലും മറ്റ് പോഷകാംശങ്ങളും
ശരീരം അബ്സോർബ് ചെയ്യുന്നതിന് സഹായകമാകുന്ന ചില മെഡിസിൻസ് ഒക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ അവര് ആദ്യം തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ശിശുവിനെ സംബന്ധിച്ച് ഈ മരുന്നുകൾ, ആഹാരവും മരുന്നും കഴിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അത് തന്നെയാണ് പത്രോസും ഇവിടെ പറയുന്നത്. നമ്മൾ ആത്മീയമായി പരിപോഷിക്കപ്പെടാത്തത് കൊണ്ടല്ല. അതായത് ദൈവവചനം ഏറ്റവും കൂടുതൽ പഠിക്കുന്നുണ്ട്, ധാരാളം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വചനമായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് വേർപെട്ട സമൂഹം. നമ്മുടെ മധ്യത്തിലുള്ളതുപോലെ ദൈവവചനത്തിന് പ്രാധാന്യതയും അതുപോലെ വചന പഠനത്തിനായി വേർതിരിക്കപ്പെടുന്ന സമയവും മറ്റനേക സഭകളും സഭാവിഭാഗങ്ങളും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. അപ്പൊ നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. എന്നാൽ ഈ പഠിക്കുന്നതിന് മുമ്പ്, അതായത് സമീകൃത ആഹാരം ആകുന്ന ദൈവവചനം ആചരിക്കുന്നതിന് മുമ്പ് അനിവാര്യമായും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ ബാക്കിയുള്ള സമീകൃത ആഹാരം ഭക്ഷിക്കാവൂ എന്നാ പറയുന്നൊരു വിഷയം. അതിലാദ്യം പറയേണ്ടത് തിങ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഔട്ട്, അതായത് നീക്കിക്കളയേണ്ട 5 കാര്യങ്ങൾ. ആ നീക്കിക്കളയേണ്ട 5 കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഇത് വായിച്ചാൽ മനസ്സിലാവും. ആ 5 എണ്ണത്തില് ആദ്യമായി പറയുന്നത് ഇതാണ്: ആകയാൽ സകല ദുഷ്ടതയും. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് പ്രഥമത തോന്നുന്ന ഒരു സംശയമുണ്ട്. പത്രോസ് എഴുതുന്നത് പൊന്തോസിലും ആസയിലും ബെതുനിയായിലും കപ്പദോക്യയിലും പമ്പുലിയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാർക്കാണ്. വിശുദ്ധന്മാരായ ആളുകൾക്ക് എഴുതുന്ന ഈ ലേഖനത്തിൽ അവരോടാണ് പറയുന്നത് നീക്കിക്കളയേണ്ട 5 കാര്യങ്ങൾ. അതിൽ ആദ്യം വരുന്നത് സകല ദുഷ്ടത. ഇപ്പൊ വിശ്വാസികൾക്ക് ദുഷ്ടതയുണ്ടോ, അത് അവർ നീക്കിക്കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു പ്രഥമ ചോദ്യം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ആദാമ്യ പാപത്തിന്റെ സ്വാധീനതയുള്ള ഈ ബലഹീന ശരീരത്തിലാണ്. അപ്പൊ ഈ ബലഹീന ശരീരം പാപത്തിന് വിധേയപ്പെടുന്നതാണ്. അതുകൊണ്ട് പാപത്തിന് വിധേയപ്പെടുന്ന ആളുകൊണ്ടാണ് നമ്മളൊരു പാട്ടുണ്ട്, ആരാധനയോത്തൊരു പാടത്തൊരു പാട്ടിനകത്ത് അതിന്റെ ഒരു ലൈൻ ഇങ്ങനെയാണ്: കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ആ ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ എന്നുള്ള പാട്ടിനകത്ത് അത് ആ ലൈൻ വരുന്നു. അവിടെ പാട്ടുകാരൻ അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് കൃപയാലെ രക്ഷപ്പെട്ട പാപി എന്നാണ്. ദൈവസന്നിധിയിൽ സ്ഥാനീയമായി നാം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരായി തീർന്നു എങ്കിലും ശരീരം പാപമയമായതുകൊണ്ടും പാപ സ്വഭാവമുള്ള പ്രകൃതിയിൽ ജീവിക്കുന്നത് കൊണ്ടും പാപത്തിന്റെ സ്വാധീനത നമുക്കുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഏകീഭവിച്ച് ഒരു ശരീരമായി തീർന്നു എന്നുള്ള വിഷയം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിൽ ജഡത്തിൽ വസിക്കുന്ന പൗലോസ് തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അവിടെ അദ്ദേഹം പറയുന്നത് നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ അങ്ങനെ എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് അവിടെ പറയുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിന് വിധേയപ്പെടാത്ത ഒരു ജീവിത ശൈലിയാണ് നമുക്കുള്ളത് എങ്കിൽ ജഡം നമ്മിൽ മുന്നേറുകയും ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് നാം വിധേയപ്പെടുകയും അത് നിമിത്തം ആത്മീകമായ പക്വത പ്രാപിക്കാത്ത ഒരവസ്ഥയിൽ നാം ആയി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് സകല ദുഷ്ടതയും എന്ന വാക്ക് പ്രവാസികളും പരദേശികളുമായ ഈ വിശുദ്ധന്മാരോട് തന്നെയാണ് പത്രോസ് പറയുന്നത്. ആദ്യം ഉപേക്ഷിക്കേണ്ടത് ഈ ദുഷ്ട സ്വഭാവം ആണ്. അതായത് അതുകൊണ്ട് യോഹന്നാനും പറയുമ്പോൾ തന്റെ 1-ാം ലേഖനം
3-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ അവിടെ പറയുന്ന കയീൻ ദുഷ്ടൽ നിന്നുള്ളവനായി തന്റെ സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയും ഉള്ളത് ആകൊണ്ട് അത്രേ. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ചെയ്യരുത്, കയീനെ പോലെ തന്റെ സഹോദരനെ പകയ്ക്കരുത് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ദുഷ്ടത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന് നേരെ വിപരീതമായ ഒന്നാണ്. അത് നമ്മുടെ ജഡ സ്വഭാവത്തിന് വിധേയപ്പെട്ട് നാം പോയാൽ നമ്മിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രകൃതമാണ്. അപ്പൊ അത് നമുക്ക് ഒഴിഞ്ഞ് അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം എന്ന് അപ്പോസ്തലൻ റോമറിൽ പറയുന്നത്. ജഡത്തെ അതിന്റെ ഇച്ഛയെ, അതിന്റെ വികാരങ്ങളെ, അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ നാം ക്രൂശിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായി വിശ്വാസി തന്റെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ട ഈ 5 കാര്യങ്ങളിൽ ഒന്നാമത് ചെയ്യേണ്ടത്, ക്രിസ്തീയ വളർച്ചയ്ക്ക് സഹായകമായി തീരേണ്ടതിന് ആദ്യം ചെയ്യേണ്ടത് ദുഷ്ടത നീക്കിക്കളയുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നു എല്ലാ ചതിവും. അതും വിശ്വാസിയോടാ പറയുന്നത്. എല്ലാ ചതിവും. ഭൂമിയിൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു പ്രകൃതിയാണ് ചതിക്കപ്പെടുക എന്ന് പറയുന്നത്. ഒരു നിസ്സാരമായ വിഷയത്തിൽ പോലും നാം ചതിക്കപ്പെട്ടാൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാകും. എന്നാൽ ലോകം മുഴുവൻ ചതിയാണ്, ചതിവും വഷളത്വമാണുള്ളത്. ഈ ചതിവും വഷളത്വമുള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുന്നു എങ്കിലും ചതിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒരു പ്രകൃതമായതുകൊണ്ട് ചതിവ് ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ അപ്പോസ്തലൻ പറയുമ്പോൾ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരും നിങ്ങളെ ചതിക്കരുത്. ഗലാത്യർ ഇതേ വാക്ക് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വഞ്ചന, ചതി ഇത് ദൈവമക്കൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. അതിന്റെ പ്രവിശ്യകളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ നിന്ന് നീക്കിക്കളയേണ്ട ദോഷീക ഭാവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എത്തിനോട്ടം എന്ന് മാത്രമേ ഉള്ളൂ. അതില് നമ്മള് ശമൂവേലിന്റെ 2-ാം പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 2-3 അധ്യായങ്ങളിൽ വളരെ ദാരുണമായ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ആ സംഭവം ഇതാണ്. ശൗലിന്റെ സേനാ നായകനായിരുന്ന അബ്നേർ ദാവീദിന്റെ സൈനിക മേധാവിയായിരുന്ന യോവാബ് രാജാവിന്റെ അരമനയിൽ ഇല്ലാതെ ഒരു യുദ്ധത്തിനായി പോയിരുന്ന ഒരു സമയത്ത് അബ്നേര് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ദാവീദുമായി സന്ധിയിലാകേണ്ടതിന് അവനെ സമീപിച്ചു. അവനോട് വന്ന് വളരെ സ്നേഹമായി സംസാരിച്ചു. അവനെ സംസാരിച്ച ശേഷം ദാവീദിന്റെ മനോഭാവം അവനോടുള്ളത് ശത്രു എന്ന നിലയിലല്ല, സ്നേഹിതൻ എന്ന നിലയിൽ തന്നെ ക്രമപ്പെട്ടു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ യോവാബ് മടങ്ങി വരുമ്പോൾ അബ്നേര് രാജാവിനെ കാണാൻ വന്നിരുന്നു എന്ന് അവൻ അറിവ് കിട്ടുകയും ദാവീദിന്റെ ഹൃദയം അബ്നേരിന്റെ ഹൃദയത്തോട് ചാഞ്ഞു പോയോ എന്ന് അവന് സംശയം ഉണ്ടാകുകയും ചെയ്തിട്ട് അവൻ അബ്നേരിനെ പിന്തുടർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവനെ പിന്തുടർന്ന് അവനെ കണ്ടെത്തുന്ന സമയത്ത് ഹെബ്രോൻ എന്ന് പറയുന്ന സങ്കേത നഗരത്തിന്റെ സമീപം വെച്ചാണ് അവനെ കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവനെ ചെന്നിട്ട് വേഗത്തിൽ കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് അവന്റെ അടുക്കൽ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അബ്നേരെ സഹോദര എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അപ്പോൾ തന്നെ അവന്റെ വയറ്റിലേക്ക് ചുരിക കുത്തി കയറ്റി അവനെ അവിടെ വെച്ച് കൊന്നു, ദാരുണമായി കൊന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദാവീദ് പിന്നീട് ആ വിഷയത്തെക്കുറിച്ചൊക്കെ പ്രലാപം കഴിക്കുന്നുണ്ട്. അബ്നേരെ, നിന്റെ കൈകൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലുകൾക്ക് ചങ്ങലയിട്ടിരുന്നില്ല, നീചന്മാർ പട്ടുപോയതുപോലെ നീ പട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. അവിടെ സംഭവിച്ചത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ ഭാവേനയാണ് അവന്റെ അടുക്കൽ യോവാബ് ചെന്നതും അവരെ കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതും സ്വകാര്യം പറയാൻ എന്ന ഭാവേന അവന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ടാണ് അവനെ അപായപ്പെടുത്തുകയും ചെയ്തത്. ഇത് മാനുഷികമായ സ്വഭാവത്തിൽപ്പെട്ട ഒരു ഭാഗമാകിയാൽ ഇങ്ങനെയുള്ള ചതിവുകൾ, അതായത് സ്നേഹത്തിലൂടെ കശാപ്പിക്കുക, സ്നേഹത്തിലൂടെ കൊല്ലുക, സ്നേഹത്തിലൂടെ അപായപ്പെടുത്തുക, ഇതൊക്കെ മനുഷ്യ പ്രകൃതങ്ങളായി വരാൻ സാധ്യതയുള്ള സ്വഭാവങ്ങളാണ്. എപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് നാം വിധേയപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്.
രണ്ടാമതായി ഇങ്ങനെയുള്ള ഭാവങ്ങൾ നമ്മൾ നീക്കണം. ചതിവിന്റെ മറ്റൊരു ദൃഷ്ടാന്തം പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. തങ്ങൾക്കുള്ള വസ്തുക്കളൊക്കെ വിറ്റ് അതിലൊരു ഭാഗം സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കിയും കൊണ്ട് അപ്പോസ്തലന്റെ കാൽക്കൽ വന്ന അനന്യാസും അദ്ദേഹത്തിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന സഫീറയും അവിടെ ചെയ്തത് ചതിവാണ്. കാരണം എന്ന് വെച്ചാല് പ്രവൃത്തി 5-ന്റെ 1 മുതൽ 11 വാക്കിൽ വായിക്കുമ്പോൾ ഭർത്താവ് കാണിച്ച അനീതിക്ക് ഭാര്യയും ഭാര്യ കാണിച്ച അനീതിക്ക് ഭർത്താവും പരസ്പരം കൂട്ടുനിന്നിട്ട് അവിടെ വ്യാജഭാവം ഈ ചതിവ് ദൈവമുമ്പാകെ ചതിവും വ്യാജഭാവവും കാണിച്ച മുമ്പോട്ട് വരുന്ന രംഗം നമ്മൾ വായിക്കുന്നു. അപ്പൊ ചതിവിന്റെ തെളിവാണ് യോവാബ് അബ്നേരിനെ കൊന്നത്. വ്യാജഭാവത്തിന്റെ തെളിവാണ് ഈ അനന്യാസും സഫീറയും ഈ അപ്പോസ്തലന്റെ അടുക്കൽ വന്ന് ഇത്രയ്ക്ക് തന്നെയോ ഇത് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് ഭക്തി അഭിനയിക്കുന്ന രംഗം. ഇന്ന് ലോകത്തിലെ മുഴുവൻ അഭിനയങ്ങളാണ്. അതായത് ഭക്തി അഭിനയിക്കുക, ഭക്തിയില്ലെങ്കിലും ഭക്തരായി അഭിനയിക്കുവാൻ സാധിക്കും. ഈ അഭിനയത്തിന് മൂടുപടം മാറ്റണമെന്നാണ് ഈ അപ്പോസ്തലൻ പറയുന്ന കാര്യം. അപ്പോ സകല ദുഷ്ടതയും എല്ലാ ചതിയും അടുത്ത വ്യാജഭാവവും, അതാണ് ഇപ്പം പറഞ്ഞത് പ്രവൃത്തി 5-ന്റെ 1 മുതൽ 11 വാക്യം. അത് നീക്കുക. എന്നിട്ട് അടുത്ത വായിക്കുന്നത് അസൂയ, സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയ നീക്കിക്കളയേണ്ട 4-ാമത്തെ ഘടകം. പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിലകൊള്ളുന്ന 5 പ്രത്യേക ഘടകങ്ങളിൽ 3 ആദ്യം വളരെ പരിമിതമായി പരാമർശിച്ചത്. 4-ാമത്താണ് പറയുന്നത് അസൂയ. ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യനും ജന്മസിദ്ധമായി അമൽ കുടികൊള്ളുന്ന ഒരു പാപ സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയയ്ക്ക് ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ ഇങ്ങനെ പറയാൻ കഴിയും: അവരന്റെ ആത്മീയമോ ലൗകികമോ ആയിട്ടുള്ള നന്മയിലും ഉയർച്ചയിലും വേറൊരാൾക്ക് ഉണ്ടാകുന്ന സഹിച്ചുകൂടാൻ കഴിയാത്ത മനസ്സിന്റെ അവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. ഒരാൾ നമ്മളെക്കാൾ മെച്ചമായി സംസാരിച്ചാൽ, നമ്മളെക്കാൾ മെച്ചമായി ഒരാൾ പെർഫോം ചെയ്താൽ, നമ്മളെക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ മറ്റൊരാള് ഉയർന്നു വന്നാൽ മൂന്നാമതൊരാൾക്ക് ആ ആളിന്റെ അങ്ങനെയുള്ള അഭിവൃദ്ധിയെ സഹിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ, ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം തെളിവുകൾ അതിനുണ്ട്. കായീൻ ഹാബേലിനെ കൊന്നത് അസൂയ കൊണ്ടാണ്. യോസേഫിനെ തന്റെ സഹോദരന്മാരെ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞത് അവരുടെ അസൂയ കൊണ്ടാണ്. അത് നമ്മൾ വളരെ ദാരുണമായ നിലയിൽ അവന്റെ ആ പ്രോഗ്രഷൻ, ജീവിതത്തിന്റെ പ്രോഗ്രഷൻ വായിക്കുന്നു. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഷെക്കേമിലേക്കും, ഷെക്കേമിൽ നിന്ന് പൊട്ടക്കണിലേക്കും, പൊട്ടക്കണിൽ നിന്ന് മിദ്യാന്റെ കയ്യിലേക്കും, മിദ്യാന്റെ കയ്യിൽ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിലേക്കും, അവിടുന്ന് കാരാഗ്രഹത്തിലേക്കും, കാരാഗ്രഹത്തിൽ നിന്ന് വീണ്ടും മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രി പദവിയിലേക്കും. ആ വലിയ പ്രൊമോഷനും ഡീമോഷനും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിനെല്ലാം നിദാനമായി ഭവിച്ചത് അവന്റെ സഹോദരന്മാരുടെ അസൂയയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കൊലപാതകം നടന്നതും ഒരു വയലിൽ വെച്ച അസൂയ കൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ യോസേഫിനോട് ബന്ധമുണ്ടായത് അവന്റെ അപ്പൻ അവന് ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് ആണ് ഇവർക്ക് അസൂയ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം. പിന്നെ അവന്റെ സ്വപ്നവും, അത് രണ്ടും പ്രശ്നമായി മാറി. ഉൽപ്പത്തി പുസ്തകം നാം അത് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ അസൂയയെ കുറിച്ച് ലോകത്തിലെ നിരവധി മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ബാല്യത്തിൽ വായിച്ചിട്ടുള്ള കുമാരനാശാന്റെ കവിതാ ശകലം ഈ അസൂയയെ ശരിയായ നിലയിൽ അദ്ദേഹം വിവക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: പണ്ടേ ഉണ്ട് മനുഷ്യനെ ഗുണപുരോഭാഗിത്വം, ആ ദുർഗുണം കണ്ടേറുന്ന വിവേകശക്തി അതിനെ കൊന്നില്ല ഇന്നേ വരെ. മിണ്ടേണ്ട ഹന്ത കഥ ഇത് വെറും മൂർഖത്വമോ മോഹമോ, വണ്ടേ നീ തുലയുന്നു വീണ ഈ വിളക്ക് നീ കെടുത്തുന്നേ. പണ്ട് കാലത്ത് സന്ധ്യയാകുമ്പോ നമ്മുടെ വീട്ടിൽ അമ്മമാര് വിളക്ക് കത്തിച്ചു വയ്ക്കും. വിളക്ക് കത്തി പ്രകാശം ചൊരിയുന്നത് കണ്ടാൽ അപ്പോൾ വണ്ട് വരും. വണ്ടിന് വിളക്കുമായി കളിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും വെളിച്ചം കണ്ടാൽ അതിന് വന്നേ മതിയാവും. വണ്ട് വന്നിട്ട് ഈ വിളക്ക് കത്തി നിൽക്കുന്ന വിളക്കിന്റെ സമീപി ചിറകുകൊണ്ട് പറന്ന് കാറ്റുണ്ടാക്കിയ വിളക്ക് കെടുത്തും, അതിന്റെ ചിറക് കരിഞ്ഞ് അതും തീരും. കുമാരനാശൻ പറയുന്നത് അസൂയക്കാരനും ഇത് തന്നെയാണ് ചെയ്യുന്നത്.
അതായത് മറ്റുള്ളവന്റെ ജീവിതത്തെയും അവൻ കെടുത്തും, തന്നെത്താൻ അവൻ നശിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആത്മീയമായി വളർച്ച പ്രാപിക്കുന്ന തടസ്സമായി നിന്നിട്ടുള്ള 5 കാര്യങ്ങളിൽ 4-ാമത്തായി പറയുന്ന കാര്യമാണ് ഈ പറയപ്പെട്ട അസൂയ. ആരോടും അസൂയപ്പെടുന്നത്. കാരണം ഭൂമിയിലെ ഓരോ മനുഷ്യനെയും ഇൻഡിവിജ്വലിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ അത് നിസ്തുല്യവും അത് വ്യക്തിപരവുമാണ്. നമ്മളിന്ന് വായിച്ചല്ലേ നമ്മുടെ ഇന്ത്യയുടെ സമർത്ഥനായ പാർലമെന്റേറിയനും പ്രസിഡന്റുമായിരുന്ന ബഹുമാനപ്പെട്ട പ്രണബ് മുഖർജി കഴിഞ്ഞ ദിവസം നിര്യാതനായി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള പല അവലോകനങ്ങളും രാഷ്ട്രതന്ത്രജ്ഞന്മാരായ പല ആളുകളും ചെയ്തു. മറ്റു പല പ്രസിഡന്റ്മാർക്കും പല രാഷ്ട്രതന്ത്രജ്ഞന്മാർക്കും ഉണ്ടായിരുന്നതിനേക്കാൾ മികവുറ്റ ചില പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തി മഹിമയായി അല്ലെങ്കിൽ കഴിവായി പലരും എടുത്തു പറഞ്ഞു. ഭരണകക്ഷിയിൽ നിന്നും എതിർകക്ഷിയിൽ നിന്നുള്ള ആൾക്കാർ ഒരുപോലെ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് മാത്രമുള്ള ചില പ്രത്യേക കഴിവുകൾ. ദൈവം ഓരോ ആളുകളെയും ഈച്ച് പേഴ്സൺ വാസ് ഇൻഡിപെൻഡന്റ്ലി ക്രിയേറ്റഡ് ആൻഡ് അഡോൺഡ് വിത്ത് സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ടാലൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാൾക്കുള്ള കഴിവ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ആ കഴിവിനെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം അസൂയപ്പെട്ടാലും അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. കാര്യം ആ ആളിന് മാത്രമായി ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേകമായ കഴിവോ കൃപയോ ആണ് ചില പ്രത്യേകമായ കഴിവുകൾ എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന് മാത്രമായി ദൈവം നൽകിയിരിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ അവരോട് ആദരവും സ്നേഹവും തോന്നും. ഞാനിങ്ങനെ സാറിന് പറയാറുണ്ട്, നമ്മുടെ ഇടയിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു കർത്താവിന്റെ ദാസൻ MM സക്രിയ അവർ. ഏത് ശുശ്രൂഷയ്ക്ക് നിന്നാലും ഒരു പ്രത്യേകമായ കൃപ ആ ശുശ്രൂഷയിൽ ഒഴുകുന്നതായി കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തനിക്ക് മാത്രം ഉണ്ടായിരുന്ന പ്രത്യേകതയാണ്. ആ ശബ്ദത്തിന്റെ മാധുര്യതയും ആ വാക്കുകളുടെ ശക്തിയും ആ അവതരണ ശൈലിയും. തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി അവർ, അദ്ദേഹം നമ്മുടെ കാലങ്ങളിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ദൈവദാസനാണ്. അത് അദ്ദേഹത്തിന് മാത്രമായി ദൈവം നൽകിയ ഒരു പ്രത്യേകമായ കഴിവായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തികൾ എത്രയോ ആളുകളെ വ്യത്യസ്ത തലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So God has raised up certain people with certain talents and abilities and given them certain spiritual gifts with a proper purpose. ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതില് മനുഷ്യര് ഒരിക്കലും വിശ്വാസികളായ നമുക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നീക്കിക്കളയേണ്ട 4-ാമത്തെ ഘടകം അസൂയ. 5-ാമതായി പറയപ്പെടുന്ന വാക്ക് പത്രോസ് പറയുന്നു, എല്ലാ നുണയും നീക്കളയുക. 5-ാമത്തെ കാര്യമാണ് പറയുന്നത്. കന്നഡ ഭാഷയിൽ ഞാൻ പഠിച്ചു നോക്കുക ബാംഗ്ലൂരിലാണ്. കന്നഡ ഭാഷയിൽ ഈച്ചയ്ക്ക് പറയുന്ന പേര് നുണയെന്നാണ്. നുണയെന്ന് പറഞ്ഞാൽ ഈച്ച എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഈച്ചയുടെ ജോലി എന്താ? ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നു, അതിന്റെ കാലുകളിൽ പറ്റുന്നതുമായിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്നു, അത് അവിടെ അശുദ്ധമാക്കുന്നു, അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അത് അവിടെ അശുദ്ധമാക്കുന്നു. ഇതാണ് ഈച്ചയുടെ ജോലി. അതേ കന്നഡ ഭാഷയിൽ ഈ നുണയ്ക്ക് ഈച്ച എന്ന് പേരിട്ടേക്കുന്നു. ഈച്ച എന്ന് പറഞ്ഞാൽ നുണ തന്നെയാണ്. അപ്പൊ നുണയും ചെയ്യുന്നത് ഇത് തന്നെയാണെന്ന ഈ ദൈവദിനം പറയുന്നതിന്റെ ആശയം. എല്ലാ നുണയും നീക്കിക്കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവതരമായ ഒരു ഭവിഷ്യത്താണത്. ഒരു ദോഷിക ഘടകമാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 15-ഉം 16-ഉം അധ്യായം 15-ന്റെ 1 മുതൽ 6 വാക്യങ്ങളും 14-ാം വാക്യവും വളരെ ദാരുണമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവദാസനായിരുന്ന ദാവീദ് രാജാവ് തന്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് കൊട്ടാരം ഉപേക്ഷിച്ച് യോർദാൻ നദി കടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. ശൗലിന്റെ കുടുംബത്തിൽ നിന്ന് യോനാഥാൻ നിമിത്തം ദൈവത്തിന് ദയ കാണിപ്പാൻ 2 കാലം മുടന്തനായ മെഫീബോശേത്ത് എന്ന് പറഞ്ഞ ഒരാളിനെ രാജാവിനോട് നിത്യം ഭക്ഷിപ്പാൻ ആനുകൂല്യം നൽകി രാജാവ് കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാജാവ് പ്രാണഭയത്തിലായി അവിടുന്ന് ഓടിപ്പോകുമ്പോൾ ഇദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഒരു ഭൃത്തിനെ കൊടുക്കുന്നു. സീബ എന്നാണ് അവരുടെ പേര്. കഴുതിക്ക് കോപ്പിട്ട് ഈ നടക്കാൻ വയ്യാത്ത ഇവനെ കൂടെ രാജാവിന്റെ കൊണ്ടുപോകുന്നത് രാജാവ് പറഞ്ഞിരുന്ന ഈ മെഫീബോശേത്ത് പറഞ്ഞിരുന്ന, പക്ഷെ അവനെ ചെയ്തില്ല. രാജാവ് ചോദിച്ചു, എന്തിയെ മെഫീബോശേത്ത് ചോദിച്ചു? പറഞ്ഞു, എന്റെ അപ്പന്റെ സിംഹാസനം ഇന്ന് യഹോവയായ ദൈവം എനിക്ക് നൽകും എന്ന് പറഞ്ഞ് അവൻ അവിടെ കൊട്ടാരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ച നമുക്കറിയാം. ഈ മെഫീബോശേത്തിനുള്ളതൊക്കെയും രാജാവ് അന്ന് സീബയ്ക്ക് കൊടുത്തു. അങ്ങനെ സീബയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. അതായത്
അവന്റെ ഉള്ള എല്ലാ നന്മകളും ഒരു നിമിഷം കൊണ്ട് നഷ്ടമായി പോകുവാൻ ഇടയായിത്തീർന്നു. ഒരൊറ്റ നുണവാക്കുള്ള. ഞാനതിന്റെ വലിയ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാതെ തന്നെ പറയാം. ഒരു വിശ്വാസി അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ സമീകൃത ആഹാര പരിപോഷണത്തിന് തൊട്ടു മുമ്പ് അവന്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയേണ്ട 5 അത്യാവശ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ ആദ്യം പറയുന്നത്. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയുക. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. ഇപ്പോൾ ജനിച്ച ശിശു എന്ന് പറഞ്ഞാൽ നവജാത ശിശു എന്നതിന്റെ അർത്ഥം. ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവവചനം ഭക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ ജനിച്ച ഒരു ശിശു, ഒരു നവജാത ശിശു കലർപ്പില്ലാത്ത മായമില്ലാത്ത പാൽ കുടിച്ച് അത് ശരീരത്തിന് ആവശ്യമായ പോഷകാംശം ഉൾക്കൊള്ളുന്ന പോലെ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ഉള്ള വാഞ്ച അവൻ ഉണ്ടാകണം എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ബന്ധത്തില് 4 കാര്യങ്ങളാണ് ഞാനിപ്പോ ഓർപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സമീകൃത ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ദൈവവചനം സൂക്ഷ്മമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 4 സംഗതികളെ കുറിച്ചാണ് ഞാനിപ്പോ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിയായ ഒരു വളർച്ചയ്ക്ക്, ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് പോഷകാംശം ആവശ്യമാണ്. നമുക്ക് വേണ്ടുന്ന പോഷകാംശം നൽകുന്നത് ദൈവവചനമാകുന്ന പാലാണ്. ദൈവവചനമാകുന്ന പാലാണ്. അപ്പൊ വചനത്തെ വ്യത്യസ്തങ്ങളായ നിലയിൽ വേദപുസ്തകത്തിൽ ഇലിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് മായമില്ലാത്ത പാൽ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഇവിടെ കലർപ്പില്ലാത്ത ദൈവവചനം എന്നാണ് ഇതിന്റെ അർത്ഥം. ദൈവവചനത്തിന് 2 അവസ്ഥകളുണ്ട്. അതായത് ആ അവസ്ഥ പറയുന്നത്, ഒന്ന്, ഈ നമ്മള് കർത്താവിന്റെ വചനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന് 2 അവസ്ഥകളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന്, മായമില്ലാത്ത പാൽ എന്ന അവസ്ഥ, അതായത് പാലായി കഴിക്കുന്ന ലളിത ആഹാര അവസ്ഥ. 2, കട്ടിയായ ആഹാരം. ഒന്ന്, ലളിതാവസ്ഥയിൽ കഴിക്കുന്ന പാല്. പാൽ ഒരു സമീകൃത ആഹാരമാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ആഹാരത്തിലൂടെ നമ്മൾ പാല് കഴിക്കണം, രാവിലെയോ വൈകിട്ടോ ഒക്കെ ഓരോ ഗ്ലാസ് പാല് കഴിക്കണം എന്ന് പറയുന്നത്. അത് നല്ല പോഷകാംശമുള്ള ഒരു മീലാണ്. അതുകൊണ്ടാണ് അത് കഴിക്കണം എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനും വളർച്ച പ്രാപിക്കുവാനും അവനെ സഹായിക്കുന്ന ആത്മീയ പരിപോഷണങ്ങളിൽ 4ആണ്. അതിൽ ഒന്നാമത്തത് ദൈവ വചനമാകുന്ന പാലാണ്. അത് ഭക്ഷിക്കണം. വെറും പാലല്ല, അതിന് ഒരു വിശേഷം പറഞ്ഞിട്ടുണ്ട്, വചനമാകുന്ന മായമില്ലാത്ത പാൽ. മായമില്ലാത്ത പാൽ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ എൻ്റെ അനുഭവത്തിന്റെ ദൃഷ്ടാന്തം പറയാറുണ്ട്. അതായത് ഞാൻ താമസിക്കുന്ന ഇടയാറിലാണ്. ഞാന് പാല് വീടുകളിൽ നിന്ന് നിങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അപ്പൊ ഒരു വിശ്വാസിയായ സ്നേഹിതൻ, നമ്മുടെ വിശ്വാസിയല്ല, വേറൊരു സ്വഭാവവിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാല് വാങ്ങുമായിരുന്നു. അദ്ദേഹം പാൽ കൊണ്ടുതരും. പാല് കൊണ്ടുതരുമ്പോ ആ പാലിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലിൽ ചില ആളുകളൊക്കെ വെള്ളം ചേർക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. വെള്ളത്തിൽ പാല് ചേർത്താണ് തന്നിരിക്കുന്നത്. പല പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഇത് മുഖത്ത് നോക്കി പറയാൻ. അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായി. ഞാൻ മാവേലിക്ക് ചെന്ന് പാൽപ്പൊടി വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഒരു ടിന്നെ പാൽപ്പൊടി റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം പാല് വേണ്ട എന്ന് പറഞ്ഞ കാര്യം മുഖത്ത് നോക്കി പറയാൻ പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ സ്വയം പറഞ്ഞു, പാലിൽ അല്പം വെള്ളം ചേർത്താലും സഹിക്കാം, പക്ഷെ വെള്ളത്തിൽ പാല് ചേർത്താൽ എങ്ങനെ സഹിക്കും? ഇന്ന് ആത്മീയ ലോകത്ത് വെള്ളത്തിൽ പാല് ചേർക്കുന്ന ആളുകളാണ് ദൈവവചനത്തോട് ബന്ധത്തിൽ ഉള്ള ധാരാളം ആളുകൾ. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ മതി. ഇന്നും ഞാൻ പകലൊരു വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് എഴുതിയപ്പോൾ ഒരു സഹോദരൻ തുടർച്ചയായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, രക്ഷ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ അതിന് മറുപടിയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഈ ദൈവവചനത്തിൽ മായം ചേർത്ത് കുടിക്കാൻ ധാരാളം ആളുകൾ ആ ക്യൂ നിൽക്കുന്നു. ശരിയായ പാല് വെള്ളം ചേർക്കാത്ത മായമില്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേരെ ഇത് കേൾക്കാനും ഒക്കെ സാധാരണയായി വരികയുള്ളൂ. മായമുള്ള പാലിന് വലിയ ഡിമാൻഡാണ്, ഹൈ ഡിമാൻഡാണ്.
എന്താ അതിന്റെ രഹസ്യം എന്ന് എനിക്കറിയാൻ വയ്യ. ഏതോ ഒരു മാസ്മരികമായ ആകർഷകത്വം അതിനുണ്ട്. ഇവിടെ ഈ വചനത്തിന്റെ രണ്ടവസ്ഥകളിൽ ഒന്നാമത്തത് മായമില്ലാത്ത പാലും രണ്ടാമത്തത് കട്ടിയുള്ള ആഹാരവുമാണ്. കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ കട്ടിയായുള്ള ആഹാരം കഴിക്കാത്തതിന്റെ ദൗർബല്യത അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെയല്ല, പിന്നെ ജഡീകരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരമല്ല, പാലാണ് ആവശ്യം. എബ്രായ വിശ്വാസികളെ രക്ഷിക്കപ്പെട്ട കാലപ്പഴക്കം നോക്കിയാൽ സമർത്ഥന്മാരായ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണവർ. ഏത് ഉപദേശത്തിന്റെ വശങ്ങൾ ചോദിച്ചാലും സസൂക്ഷ്മമായി അത് പറയാനും തങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായവാദം ചോദിക്കുന്ന ഏവരോടും സകല സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ഉത്തരം പറയുവാനും ഒരുക്കമുള്ളവരായിരിക്കേണ്ടവരാവർ. പക്ഷേ ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോഴും അവരാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പോഴും ആത്മീകമായി ശിശുക്കളാണ്, ശൈശവാവസ്ഥയിലാണ്. ബാലപാഠങ്ങളുമാണ് അവർക്ക് ആവശ്യം. പാലാണ് ആവശ്യങ്ങൾ, പാലും ബിസ്ക്കറ്റുമാണ്. അവർക്ക് കട്ടിയായ ആഹാരം കഴിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നീക്കിക്കളയേണ്ടവയെ നീക്കിക്കളഞ്ഞ ശേഷം നമുക്ക് ദൈവവചനത്തിന്റെ 2 പ്രവിശ്യകളിലുള്ള പരിപോഷണം ആവശ്യമുണ്ട്. ഒന്ന്, പ്രഥമത നമുക്ക് മായമില്ലാത്ത പാൽ വേണം. ആ പാല് നമ്മൾ കഴിക്കുന്നു. അത് കഴിഞ്ഞാൽ കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞാൽ ഗഹനമായ വിഷയങ്ങൾ അത് പഠിക്കാൻ, ഗ്രഹിക്കുവാൻ, അത് ഗ്രഹിച്ച് ക്രിസ്തു എന്ന തലയോളം നമ്മൾ ആത്മീയമായി വളർച്ച പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് പത്രോസ് പറയുന്നത് സാരം. പൗലോസ് അപ്പോസ്തലനും പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ആത്മീയ ജീവിതം ഈ അപ്പോസ്തലന്മാരെല്ലാം ലേഖനങ്ങളിൽ തന്നിരിക്കുന്ന ഉപദേശങ്ങളിലെ അതിപ്രധാനമാകുന്ന പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തീയ വളർച്ച എന്നുള്ളതാണ്. നമ്മൾ വളർന്നു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു നവജാത ശിശു ഓരോ ദിവസവും അതിനുണ്ടാകുന്ന ഡെവലപ്മെന്റ് നമ്മെ സന്തോഷിപ്പിക്കുന്ന പോലെ നമ്മൾ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നമ്മൾ പുഷ്ടി പ്രാപിച്ച് കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ അത് ഗ്രഹിച്ച് ക്രിസ്തു എന്ന ശിരസ്സോളം നാം ആത്മീകമായി പ്രബുദ്ധരായി തീരുന്നത് കാണുന്നത് കർത്താവിന് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇത് നാൾക്കുനാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രോഗ്രസീവായ സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ ഈ കോവിഡ് കാലഘട്ടത്തില് ഇടതടവില്ലാത്ത ദൈവവചന ശുശ്രൂഷ അറേഞ്ച് ചെയ്ത് തിരുമല അസംബ്ലിയാന്ന് തോന്നുന്നു. ഒരുപാട് സ്ഥലസഭകൾ മീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്രമരഹിതമായിരുന്ന ശുശ്രൂഷകളുടെ ലിങ്കുകൾ ഞാൻ കാണുകയും ചില സമയത്ത് ചിലതിലൊക്കെ എനിക്ക് പ്രവേശിക്കാൻ സമയം അനുസരിച്ച് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാ. കാര്യം ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിരവധി സബ്ജക്ട് ഓഫ് ഡിസിപ്ലിൻസ് അത് ഞാൻ കണ്ടു. ഒരുപാട് വിഷയങ്ങൾ ഞാൻ കണ്ടു. അവ നിരന്തരമായി വിശ്രമരഹിതമായി നിങ്ങളെ അത് അറ്റൻഡ് ചെയ്യുന്നു, അത് പഠിക്കുന്നു, പഠിക്കാൻ ഉത്സാഹം കാണിക്കുന്നു, ആ ദൈവവചന ശുശ്രൂഷ സ്വീകരിക്കുന്നു. അത് ആത്മീയമായ വളർച്ചയുടെ ഒരു വ്യക്തമായ ലക്ഷണമാണ്. കാരണം എന്താ പറയുക, നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വളർച്ച ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ വാസ്തവത്തില് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ആഹാരത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ എന്ത് ചെയ്യണം? നമ്മള് വളർച്ച പ്രാപിക്കണം. ഇതിന്റെ കൊലോസ്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഒരു അനാലജി ഉപയോഗിച്ചാണ്. അതായത് നിങ്ങൾ വചനത്തിൽ വേരൂന്നിയവരായി, അതിന് ദൈവസ്നേഹത്തിന് നിങ്ങൾ ഒരു വാക്കെടുത്ത്, ദൈവസ്നേഹത്തിൽ വേരൂന്നിയവരായി, ദൈവസ്നേഹത്തിന്റെ നീളം, ഉയരം, ആഴം, വീതി എന്നിവ എന്തെന്ന് അറിയുവാൻ നിങ്ങൾ പ്രാപ്തന്മാരായി തീരണം. അത് വാസ്തവത്തിൽ വചനത്തിന്റെ ആഴമേറിയ ഭാഗമാണ്. അതായത് കട്ടിയായ ഭാഗമാണ്. ഒരു സസ്യം അത് തഴച്ചു നിൽക്കുന്നത്, അത് വളർച്ച പ്രാപിക്കുന്നത്, അതിന് ഇലകളിൽ ആഹാരം ഉണ്ടാകുന്നത്, അതിന്റെ കൊമ്പുകൾ വലുതാകുന്നത്, അത് പുഷ്പിക്കുന്നത്, അത് ഫലവത്തായി തീരുന്നത് എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഹൗ ഇറ്റ് ഈസ് റൂട്ടഡ് ആൻഡ് വേർ ഇറ്റ് ഈസ് റൂട്ടഡ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. എവിടെയാണ് അത് വേര് വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അത് വേര് വന്നിരിക്കുന്നത്? ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നിയവരായി.
കർത്താവായ യേശു ക്രിസ്തുവിൽ ആഴമായി വേരൂന്നിയവരായി എന്നതിന്റെ അർത്ഥം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ റൂട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന വൈറ്റാലിറ്റി, അതായത് ജീവരസം നാം പ്രാപിച്ച് നമ്മുടെ ജീവിതം സമൃദ്ധമായി തഴച്ച് വളരുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വേരൂന്നിയവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നിയവരായിരിക്കണം. ദൈവവചനത്തിൽ വേരൂന്നിയവരായിരിക്കണം. ദൈവവചനത്തിലായിരിക്കണം നാം വസിക്കുന്നത്. വചനത്തിലേക്കായിരിക്കണം, വചനത്തിന്റെ നാനാ തലങ്ങളിലേക്കായിരിക്കണം നമ്മുടെ ആത്മീയതയുടെ വേരുകൾ പടർന്ന് പന്തലിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ, അത് പത്രോസ് 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം ഭാഗത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നൊക്കെയും മുന്നിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ദൈവവേദന്റെ ആത്മീക ജീവിതത്തിന്റെ ഭക്തി ജീവിതത്തിനും ലൗകിക ജീവിതത്തിനും നിദാനമായി ദൈവം ആഗ്രഹിക്കുന്ന സമസ്തവും ദൈവത്തിന്റെ വചനത്തിലുണ്ടെന്നായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവവചനമാണ് നമുക്ക് ആത്മീക ജീവിതത്തിന് വേണ്ടുന്ന ആഹാരത്തിലെ ഒന്നാമത്തെ ഘടകം. ഇനി ആഹാരം മാത്രം പോരാ, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രോപ്പർ റെസ്റ്റ് ആണ്. അതായത് ശരിയായ വിശ്രാമം. ശരിയായ ദൈവവചനം വേണം. 2, ശരിയായ ദൈവവചനം ആഗ്രഹിക്കുമ്പോൾ തന്നെ ശരിയായ വിശ്രാമവും നമുക്ക് വേണം. നമ്മൾ ആഹാരം നന്നായിട്ട് കഴിക്കുന്നു, പക്ഷേ there is no rest എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ റെസ്റ്റ്ലെസ് ആകും, അസ്വസ്ഥരാകും. അപ്പൊ നമുക്ക് ആഹാരം വേണം, പ്രോപ്പർ ഫുഡ് വേണം. ആ പ്രോപ്പർ ഫുഡിന് കൂടെ നമുക്ക് ശരിയായ നിലയിലുള്ള വിശ്രാമം വേണം. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, സാധാരണ ഒരു ആരോഗ്യകരമായ ശരീരത്തിന് ഒരു ദിവസം കുറഞ്ഞത് ഇത്ര മണിക്കൂർ സമയം കൃത്യമായി ഉറങ്ങണം. വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഇത്ര മണിക്കൂർ സമയം അവരുടെ ബ്രെയിന് റെസ്റ്റ് ഉണ്ടാകണം. അപ്പൊ അത് വളരെ അത്യാവശ്യമാണ്. ശിശുക്കളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇത്ര സമയം ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ ശരിയായ വിശ്രാമം, ക്രമീകൃത ആഹാരം പോലെ തന്നെ ശരീരത്തിന്റെ ക്രമാനുക്രമമായ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന, ആത്മീയ ശരീരത്തിന്റെ ക്രമാനുക്രമമായ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന മറ്റ് അനിവാര്യമായ ഒരു ഘടകമാണ് ഈ വിശ്രമം എന്ന് പറയുന്നത്. ഇനി അത് വിശ്വാസിയെ സംബന്ധിച്ച് എന്താ വിശ്രമം എന്ന് ഞാൻ പറയാം. റെസ്റ്റിംഗ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗാഡ്. അതായത് ദൈവിക വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്രാമം കൊള്ളുക. ദൈവവചനത്തിൽ ആഴമായി വേരുവന്നുക. 2, ദൈവിക വാഗ്ദത്തങ്ങളിൽ നാം വിശ്രമിക്കുക. എന്താ ഈ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൃഷ്ടാന്തം പറയാം. ഒരുപാട് പറയാൻ ഉണ്ടെങ്കിലും അതിന് സമയം അനുവദിക്കുകയില്ല. ഈ ഡോക്ടർ ഹേലി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, there are altogether 3000 promises in the entire Bible. വിശുദ്ധ ബൈബിൾ മുഴുവനായി 3000-ഓളം വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. Out of which 366 are very personal promises. അതായത് 3000 വാഗ്ദത്തങ്ങൾ ദൈവത്തിലുള്ളതില് 366 വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിഗത വാഗ്ദത്തങ്ങളാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടർ അനുസരിച്ച് 365 ദിവസമാണല്ലോ ഒരു വർഷം. 366 വാഗ്ദത്തങ്ങൾ ദൈവ വചനത്തിൽ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നാഗൽ സാഹിബ് പറഞ്ഞ ഭയം സംശയങ്ങൾ തെല്ലും നമുക്ക് ആവശ്യമില്ല. കാര്യം എത്രയോ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവത്തിലുണ്ട്. അപ്പം എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിന്റെ പാട്ടാണ്. അപ്പൊ നമുക്ക് ഭയപ്പെടുവാനോ സംശയിക്കാനോ ആവശ്യമില്ല. കാര്യം as many promises that God has given to us in the word. ദൈവവചനത്തില് എത്രത്തോളം വാഗ്ദത്തങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്, നമ്മുടെ പൊസഷനാണ്. അപ്പൊ വിശ്വാസിയുടെ റെസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഓൺ ദി പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവ വാഗ്ദത്തങ്ങളിൽ വിശ്രാമം കൊള്ളുക. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. ആ സംഭവം ഇങ്ങനെയാണ്. ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചെല്ലെ പീഡിപ്പിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി തീർന്നു എന്നറിഞ്ഞിട്ട് പത്രോസിനെയും പിടിച്ച് തടവിലാക്കി. ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. പത്രോസിനെ പിടിച്ച് തടവിലാക്കിയപ്പോൾ റോമൻ
പട്ടാള ക്രമീകരണം അനുസരിച്ച് ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ 6 മണിക്കൂർ വീതമാണ് ഈ പടയാളികൾ അവരുടെ ഡ്യൂട്ടി അയക്കുന്നത്. അപ്പം നാല് ഭാഗങ്ങളായിട്ട് 4 ചേവകർ വീതം ഉള്ള പടക്കൂട്ടങ്ങൾ 4 യാമങ്ങളായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പത്രോസിനെ പിടിച്ച് തടങ്കലിലാക്കി അവനെ ഈ കാരാഗ്രഹത്തിനകത്താക്കി ചങ്ങലയിട്ട് പൂട്ടി അതിന്റെ ഡോറിൽ അടച്ച് 4 ചേവകർ വീതമുള്ള പടക്കൂട്ടങ്ങളുടെ നടുവില് പൗലോസ് കിടക്കുകയാണ്. പ്രവൃത്തി 12 പറയുന്നത് 4 ചേവകർ വീതമുള്ള പടക്കൂട്ടങ്ങളുടെ നടുവിൽ പത്രോസ് ഉറങ്ങുകയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്നാൾ അവനെ ഹെരോദാവിന്റെ മുമ്പാകെ നിർത്തി ഗളച്ഛേദം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ തലേ രാത്രിയിൽ അവന് 4 ചേവകർ വീതമുള്ള 4 പടക്കൂട്ടങ്ങളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നമുക്കാർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. അതായത് ഇതുപോലൊരു പ്രയാസ അന്തരീക്ഷം ഉണ്ടായാൽ നമുക്ക് നാളെ നമ്മുടെ തല ഛേദിക്കാനായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നാളെ നമ്മളിൽ ഒരാളെ ജയിലിൽ അടയ്ക്കാനായിട്ട് ഇരിക്കുക, നാളെ നമ്മളൊരാളെ മറ്റേ ഏതെങ്കിലും നിലയിൽ ഒരു ബുദ്ധിമുട്ടിലാക്കാനായിട്ടിരിക്കുക എന്ന് ഇന്ന് നമുക്ക് അറിവ് കിട്ടിയാൽ ഒരു മനുഷ്യ നിലയിൽ നമുക്ക് ഉറക്കം വരികയില്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. കാര്യം വളരെ സെന്റിമെന്റൽ ബീയിങ് ആ മനുഷ്യൻ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് നമ്മുടെ ഉറക്കത്തേക്ക് എടുത്തു. പക്ഷെ ഇവിടെ വായിക്കുന്ന പത്രോസ് ഉറങ്ങിയായിരുന്നു. അതെന്താ പത്രോസ് അങ്ങനെ ഉറങ്ങാൻ കഴിയുന്നറിയാവോ? ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പൊ പത്രോസ് കാരാഗ്രഹത്തിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ യെരൂശലേമിലെ സഭ പ്രാർത്ഥനായത്നം തുടങ്ങി. പത്രോസിന്റെ വിടുതലാണ് വിഷയം. അവര് പ്രാർത്ഥിക്കാൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാ വായിക്കുന്നത്. യെരൂശലേമിലെ സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചപ്പോൾ വായിക്കുന്നു, അവൻ അവിടെ കിടന്ന് ഉറങ്ങുക, ഈ പടയാളികൾ അവിടെ കിടന്ന് ഉറങ്ങുക. ഇങ്ങനെ ഉറങ്ങിയതിന്റെ കാരണമുണ്ട്. അതായത് പത്രോസല്ലേ പറഞ്ഞ ഈ ആത്മീയ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പത്രോസ് തന്നെ പ്രായോഗികമാക്കി. പത്രോസ് ഇത് ഉപദേശിക്കുക മാത്രമല്ല, പത്രോസ് തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി, പ്രാക്ടിക്കലാക്കി കാണിച്ച മനുഷ്യ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പുനരുദ്ധാനം ചെയ്ത യേശു പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് അവിടെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തരും നിന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. പുനരുദ്ധാനം ചെയ്ത യേശു പത്രോസിന്റെ അടുക്കൽ പറഞ്ഞ കാര്യമാണ്. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വയസ്സനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഹേരോദാവ് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി പടയാളികളെ കാവൽ നിർത്തിയ ആ സമയമായപ്പോൾ പത്രോസ് യൗവനക്കാരനാ. കർത്താവ് പറഞ്ഞത് നീ വയസ്സനായ ശേഷമേ മരിക്കുള്ളൂ. നീ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോയി ചെയ്ത് സംഭവിക്കുമ്പോൾ പത്രോസ് വയസ്സായിട്ടില്ല. അപ്പൊ പത്രോസ് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്രാമം കൊള്ളുന്നവനായിരുന്നു. അവൻ ഹൃദയത്തിൽ പറഞ്ഞു, ഈ ഹെരോദാവിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താ കാര്യം അറിയാവോ? പുനരുദ്ധാനം ചെയ്ത യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് നീ പോവുകയും ചെയ്തു. എന്നാൽ നീ വയസ്സായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തരും നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ദോഷമായി സംഭവിക്കണമെങ്കിൽ, മരണം ഉൾപ്പെടെ സംഭവിക്കണമെങ്കിൽ, നിശ്ചയമായും എന്നോട് പറഞ്ഞ മാറ്റമില്ലാത്ത എന്റെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, അതായത് ഞാൻ വയസ്സനായ ശേഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ, ഇപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല. അവൻ സുസ്മേരവദനായി ആ കാരാഗ്രഹത്തിനകത്ത് ഉറങ്ങി ആ രാത്രിയിൽ അത്ഭുതമായി അവൻ വിടുവിക്കപ്പെടുകയും ചെയ്തു എന്നാ വായിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീക വളർച്ചയ്ക്ക് സഹായകമായ ഒന്നാമത്തെ ഘടകം ദൈവത്തിന്റെ വചനമെന്ന മായമില്ലാത്ത പാൽ, കട്ടിയായ ദൈവിക ആഴങ്ങളിലുള്ള ആഹാരം. 2, അവന് ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള ആശ്രയം അല്ലെങ്കിൽ ശക്തമായ ഉറപ്പ്
ദൈവവാഗ്ദങ്ങളുള്ള ശക്തമായ ഉറപ്പ്. അപ്പൊ നിശ്ചയമായും പൗലോസിനെ പോലെ നമുക്കും ചേർന്ന് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ റിയലൈസേഷൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഉള്ള നിശ്ചയദാർഢ്യത, ആ നിശ്ചയദാർഢ്യത വളരെ സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇനി മൂന്നാമത്തെ വിഷയം പറയുന്നത്, ക്രിസ്തീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിരുന്ന പോഷക ങ്ങളില് ഒന്നാമത്തേത് ദൈവത്തിന്റെ വചനവും, രണ്ടാമത്തേത് ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള നമ്മുടെ ആശ്രയവും ആണെങ്കിൽ, മൂന്നാമതായി പറയുന്നത് ശരിയായ നമ്മുടെ ശരീരത്തിന്റെ ഡെവലപ്മെന്റിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പോഷകാഹാരം, ശരിയായ വിശ്രമം, മൂന്നാമത് ശരിയായ ശ്വാസോച്ഛ്വാസം, ഗുഡ് ബ്രീതിങ്. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഡൽഹി പോലെയുള്ള പഠനങ്ങളിൽ ഓക്സിജന്റെ അന്തരീക്ഷത്തിലെ അളവ് വളരെ കുറവാകിയാൽ നമ്മൾ സമീപകാലത്ത് വായിച്ചാണ് ഓക്സിജൻ കൃത്രിമമായി പൈസ കൊടുത്ത് ശ്വസിക്കാൻ മനുഷ്യൻ ക്യൂ നിൽക്കുന്ന അന്തരീക്ഷം. ഇവിടെ ഇന്ന് ഇക്കോളജിക്കൽ ക്രൈസിസിനെ കുറിച്ച് വാദോരാതെ മനുഷ്യൻ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടാമിനേറ്റഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് എയർ, ഇവയെക്കുറിച്ചൊക്കെ മനുഷ്യൻ വാദോരാതെ സംസാരിക്കുക. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇക്കോളജിക്കൽ ക്രൈസിസ് ആണെന്ന് ഇക്കോളജിസ്റ്റുകളെല്ലാം പറയുന്നു. അതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം സംഭവിക്കാൻ നാം സൂക്ഷിക്കണമെന്നും, നാം കുടിക്കുന്ന വെള്ളം അത് മോശമായി തീരാതെ നമ്മൾ വെള്ളത്തെ സംരക്ഷിക്കണമെന്നും, അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതി മോശപ്പെടാതെ അത് സൂക്ഷിക്കാൻ ഓരോ പൗരനും കടപ്പെട്ടവനാണെന്നും എല്ലാം പറഞ്ഞ് നമ്മുടെ രാജ്യം പറയുന്ന കൂടാതെ തന്നെ UN, യുനെസ്കോ പോലുള്ള സംഘടനകളൊക്കെ നിരന്തരമായി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, സംശുദ്ധമായ വായു നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കേണ്ടത്, പരിസ്ഥിതി ആ നിലയിൽ സൂക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു സത്യവിശ്വാസിയുടെ ക്രിസ്തീയ വളർച്ചയ്ക്ക് അവനെ അത്യന്തം സഹായിക്കുന്ന, അവന്റെ അകമേയുള്ള മനുഷ്യന്റെ ആത്മീക വളർച്ചയ്ക്ക് അവനെ അത്യന്തം സഹായിക്കുന്ന ഒന്നാണ് അവന്റെ ആത്മീക പ്രാണവായു എന്ന് പറയുന്നത്. ഭൗമ ശരീരത്തിന് പ്രാണവായു വളരെ അനിവാര്യമാണ്. മാക്സിമം ഓക്സിജൻ ലഭിക്കാതെ പോയാൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്ന 3 മിനിറ്റാണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രെയിൻ കൊളാപ്സ് ആകും. ഓക്സിജൻ ലഭിക്കാവുന്ന കഴിഞ്ഞാൽ ബ്രെയിൻ സെൽസ് കൊളാപ്സ് ആയി പോകും, അതിന്റെ ഫങ്ഷൻ തകർന്നു പോകും. അപ്പം മാക്സിമം ഓക്സിജൻ ലഭിക്കാതെ ഇരുന്നാൽ അങ്ങേ അറ്റം പിടിച്ചേക്കാൻ കഴിയുന്നത് 3 മിനിറ്റാണ്. അതിനപ്പുറത്ത് മനുഷ്യൻ ജീവിച്ചിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഭൗമ ശരീരത്തിന്റെ ശരിയായ ഫങ്ഷനിങ്ങിന് സംശുദ്ധമാകുന്ന വായു അനിവാര്യമാകുന്ന പോലെ, ഗുഡ് ബ്രീതിങ് അത് ആവശ്യമാകുന്ന പോലെ, നമ്മുടെ അകമേയുള്ള മനുഷ്യന്റെ ആത്മീക വളർച്ചയ്ക്ക് ആത്മീകമാകുന്ന വായു വളരെ അനിവാര്യമാണ്. ആ വായു എന്താണെന്ന് അറിയാമോ? അതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് പ്രയർ ഈസ് ദി തേർഡ് എസെൻഷ്യൽ ഫോർ അവർ സ്പിരിച്വൽ ഗ്രോത്ത്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന മൂന്നാമത്തെ ഘടകമായി ഇവിടെ പത്രോസ് പറയുന്നത് പ്രാർത്ഥനയാണ്. അത് താൻ തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഉച്ചരിക്കാൻ പറയുന്നു. പിന്നെ നിങ്ങൾ ഉത്സാഹം കാണിച്ചോളാൻ പറയുന്നു. ഉണർന്നിരിക്കണം എന്ന് പറയുന്നു, അതായത് സുബോധമുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ഈ ആത്മീക പ്രാണവായു ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്താൽ ഭൗമശരീരത്തിന് ഈ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആവശ്യമാകുന്ന പോലെ ആത്മശരീരത്തിന് അനിവാര്യമാകുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതേക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം വിഷയങ്ങളുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസ് എടുക്കും. പ്രാർത്ഥിക്കുന്നവർ വളച്ചെടുക്കുവാൻ അതിന്റെ ഒരുപാട് പ്രവിശ്യകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഞാനിപ്പോൾ എൻ്റെ തെരഞ്ഞെടുത്ത 60 പ്രസംഗങ്ങളുടെ 2ാമത്തെ വോളിയം, അതിനകത്ത് വിശുദ്ധന്മാരും പ്രാർത്ഥനയും എന്ന് പറഞ്ഞൊരു പ്രത്യേക ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിക്കവാറും പ്രേയറിന്റെ എല്ലാ പ്രിൻസിപ്പിൾസും ഞാൻ ഗവേൺ ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു ദൈവവേദനെ സംബന്ധിച്ച് ലോകം, ജഡം, പിശാച് എന്നീ ശക്തികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ അവൻ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ ഭൂമി ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളുടെ ആത്മീക ആരോഗ്യം നിലനിർത്തി ലോകം, ജഡം, പിശാച് എന്നിവയോട് നിരന്തരമായി പോരാട്ടം കഴിക്കുവാൻ നമുക്ക് സാധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവസേനയിലുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്.
ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ ഒരുപാട് പ്രവിശ്യകൾ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഈ ബൗണ്ട് ചെയ്തിട്ടുള്ളത് മൈറ്റി പ്രിവൈലിംഗ് പ്രയർ. അത് മലയാളത്തിലേക്ക് ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ദ മൈറ്റി പ്രിവൈലിംഗ് പ്രയർ, അതിശക്തമായ പ്രാർത്ഥന, അതിശക്തവും വിജയകരവുമായ പ്രാർത്ഥന. ആ ബൃഹത്തായ പുസ്തകത്തിനകത്ത് അദ്ദേഹം പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ റെസ്ലിംഗ് എന്നാണ്. ഇറ്റ്സ് എ റെസ്ലിംഗ് വിത്ത് ഗാഡ്. അതായത് ദൈവത്തോട് മൽപ്പിടുത്തം ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന ബൗൾസ് പറയുന്നു. ഞാൻ അതിനൊരു ദൃഷ്ടാന്തം കൂടെ പറയാം. ആ ദൃഷ്ടാന്തം ശ്രദ്ധിക്കുക. നമ്മുടെ ക്രിസ്തീയ വളർച്ചയ്ക്ക് സഹായകമായ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപായിയായിരുന്നു യാക്കോബ്. അദ്ദേഹത്തെ കുറിച്ചൊരു ദൈവദാസ് ചോദിക്കുന്നത് ഉപായത്തിന്റെ പാഠശാലയിൽ PhD എടുത്ത മഹാൻ എന്നാണ്. അദ്ദേഹം ജീവിതം മുഴുവൻ സ്കീമിംഗ് ആയിരുന്നു. തന്റെ ജീവിതം മുഴുവൻ സ്കീമിംഗാണ്. അങ്ങനെ പോകുന്ന ഈ യാക്കോബ് അദ്ദേഹം ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ബഥേൽ വെച്ച് ദൈവത്തിന് ആരാധന അർപ്പിച്ച് ദൈവസ്ഥലിൽ നേർച്ച ചേർന്ന് പോയ ഈ യാക്കോബ് 20 വർഷത്തെ അന്തർസ്ഥാനത്തിന് ശേഷമാണ് മടങ്ങി ദൈവം അവനെ പദ്മനാഭിൽ ചെന്ന് റിമൈൻഡ് ചെയ്തിട്ട് ബഥേലിലേക്ക് മടങ്ങി വരുന്നത്. അങ്ങനെ മടങ്ങി വരുമ്പോൾ അവന് വലിയ 2 കൂട്ടങ്ങളായി കഴിഞ്ഞു. അവൻ തന്നെ പറഞ്ഞിട്ട് കർത്താവായ യഹോവേ, ഞാൻ വടിയോടുകൂടി മാത്രമാണ് യോർദാൻ കടന്നത്, നീ ഇപ്പോൾ എന്നെ 2 കൂട്ടമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവന് റാഹേലും ലിയായും 2 ഭാര്യമാരും പിന്നെ വെപ്പാട്ടിമാരായ ആളുകളും ഈ ഭാര്യമാരിലും വെപ്പാട്ടിമാരിലും ഉണ്ടായ കുഞ്ഞുങ്ങളും പിന്നെ നിരവധിയായിരുന്ന ആടുമാടുകളും സമ്പാദ്യവും ഒക്കെയായിട്ടായി ഇദ്ദേഹം മടങ്ങി വരുന്നു. മടങ്ങി വന്നിട്ട് തന്ത്രപരമായി തൻ്റെ ഭാര്യമാരെയും ദാസിമാരെയും മക്കളെയും ആടുമാടുകളെയും എല്ലാം അങ്ങ് അക്കരെ കിടത്തി, അബോ കടവിന്റെ അക്കരെ കിടത്തി. താൻ മാത്രം ഇങ്ങേ കരയിൽ ശേഷിച്ചു. ശേഷിച്ച സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു പുരുഷൻ ഒരു രാത്രി മുഴുവൻ ഈ യാക്കോബിനോട് റെസ്ൽ ചെയ്തു, മൽപ്പിടുത്തം ചെയ്തു. ആ മൽപ്പിടുത്തത്തെ മിക്കവാറുള്ള ആൾക്കാരെല്ലാം പ്രാർത്ഥനയോടാ ഉപമിച്ചിരിക്കുന്നത്. ആ പ്രാർത്ഥന യാക്കോബ് ഈ ദൂതനുമായി മൽപ്പിടുത്തം ചെയ്യുകയാണ്. മൽപ്പിടുത്തം ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, നേരം വെളുക്കാറായിട്ടും ദൂതനെ ഇവനെ പിടിവിടുന്നില്ല. യാക്കോബ് അവനെ അട്ടയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അവന്റെ ഡിമാൻഡോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ വിടുക, നേരെ ഉഷസ്സായറായല്ലോ, ഞാൻ പോകട്ടെ എന്ന് ദൂതൻ പറയുമ്പോൾ ഇവൻ പറയുന്ന വാക്ക്, ഞാൻ നിന്നെ വിടാം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദാറ്റ് ഈസ് റെസ്ലിംഗ് ഇൻ പ്രയർ. അതായത് ചുമ്മാ വന്ന് കർത്താവെ ഞങ്ങൾക്ക് തന്ന ഈ കൂടുതലനായി സ്തോത്രം, അല്ലെ ഞങ്ങൾക്ക് തന്ന നന്മയ്ക്കായി സ്തോത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഇറ്റ്സ് എ ടെക്നിക്കൽ പ്രയർ, സാങ്കേതികമായ പ്രാർത്ഥനയാണ്. പ്രയർ ഇൻ ബിബ്ലിക്കൽ കൺനോട്ടേഷൻ ഇസ് എ റെസ്ലിംഗ് വിത്ത് ഗാഡ്. ദൈവത്തോട് മൽപ്പിടുത്തം ചെയ്യുക, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇതാ പ്രാർത്ഥന. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ടാകും. എന്തറിയാമോ? നിന്റെ തുടയുടെ തടത്തിലൊരു ഉളുക്കുണ്ടാകും. അവൻ പറഞ്ഞ ഉളുക്ക് ജീവകാലം മുഴുവൻ ഉണ്ടായാലും വേണ്ടില്ല, എനിക്ക് അനുഗ്രഹം വേണം. കാര്യം അവന് വേണ്ടുന്ന എല്ലാം ഉണ്ട്. അമ്മായിയപ്പനെ കളിപ്പിച്ച് അവിടുന്ന് തട്ടിപ്പറിച്ച വസ്തുവകളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഗ്രഹബിംബം എന്ന് പറയുന്ന അവിടുത്തെ ആധാരമാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിച്ചു വെച്ചേക്കുന്നു. എനിക്കറിയാൻ വയ്യ വ്യക്തമായിട്ട്. അദ്ദേഹത്തിന് ധാരാളം ആടുമാടുകളുണ്ട്, എല്ലാ സമ്പത്തും ഉണ്ട്, എല്ലാം ഉണ്ട്. അനുഗ്രഹം മാത്രമില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പൊ ദൈവം കർത്താവ് ദൂതൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അവന്റെ തുടയുടെ തടം തൊട്ടു. തുടയുടെ തടം ഉളുക്കിപ്പോയെന്നാ വായിക്കും. അവിടെ ഞാൻ ഇങ്ങനെ അവിടെ ചേർത്ത് പറയുക, ദൂതൻ പറയാ, ഐ ഷാൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, പക്ഷെ നിനക്കൊരു ഉളുക്കുണ്ടാവും. അവൻ പറഞ്ഞത്, ഉളുക്ക് കിട്ടിയാലും വേണ്ടിയില്ല, എനിക്ക് അനുഗ്രഹം വേണം. നമ്മുടെ ഇവിടുത്തെ ചില സൂപ്പർ ബസാറുകളിൽ കയറി കഴിഞ്ഞാൽ ബൈ 1 get 1 ഫ്രീ എന്നൊരു എഴുത്ത് കാണും. ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ. മലയാളികൾക്കൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലും ഫ്രീ ആയി കിട്ടിയാൽ. ദൈവത്തിന്റെ പാഠശാലയിൽ പ്രാർത്ഥനാ മുറിയിലും ഇങ്ങനൊരു സംഗതിയുണ്ട്, ബൈ ബ്ലെസ്സിങ് ആൻഡ് ഗെറ്റ് ഉളുക്ക് ഫ്രീ. അതായത് അനുഗ്രഹം വാങ്ങിയാൽ ഉളുക്ക് ഫ്രീ എന്നാണ്. യാക്കോബ് പറഞ്ഞു, ഉളുക്ക് ഫ്രീ ആയി ലഭിച്ചാലും വേണ്ടിയില്ല, എനിക്ക് അനുഗ്രഹം വേണം. ദൈവം വെച്ച് അവനെ അനുഗ്രഹിച്ചു. ജീവകാലം മുഴുവൻ ആ ഉളുക്ക് ഏന്തിക്കൊണ്ടാണ് അവൻ മുമ്പോട്ട് നീങ്ങിയത്. അനുഗ്രഹത്തിന്റെ ഉളുക്കെന്ന് വേണേ നമുക്ക് അതിനെ നാമകരണം ചെയ്യാം. പ്രാർത്ഥന ദൈവത്തുള്ള റെസ്ലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ
ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ ദൈവത്തെ കെട്ടിപ്പിടിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ സ്പിരിച്വൽ ബ്രത്ത്, ആത്മീക ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ദൈവത്തോട് അവൻ എത്രമാത്രം ചേർന്നിരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനോട് മൽപ്പിടുത്തം ചെയ്ത് അവൻ നിന്ന് നേടുന്നു എന്നുള്ളതാണ്. അതാണ് അവന്റെ ആത്മീയ ജീവിതത്തിലെ അവന്റെ അകമയുള്ള മനുഷ്യനെ ആരോഗ്യവാനാക്കി നിർത്തുന്ന പ്രാർത്ഥനാ ജീവിതം. ഏത് ദൈവവേദന്റെ ജീവിതത്തിൽ ലോകം, ജഡം, പാപം ഇത്യാദികളോടെ എതിർപെട്ട് വിജയകരമായി മുമ്പോട്ട് പോകുവാൻ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ അകമയുള്ള മനുഷ്യന് സംജാതമാകണമെങ്കിൽ പ്രാർത്ഥനയിൽ അവൻ ഉച്ചരിക്കേണ്ടത് ആവശ്യമാണ്. പല ദൃഷ്ടാന്തങ്ങൾ എനിക്ക് ഈ വിധത്തിൽ പറയാനുണ്ട്, പറയാൻ നിർവാഹമില്ല. പോൾ യോഗീച്ചോ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ കൊറിയൻ പാസ്റ്റർ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ദി ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത് അറിയാവോ? അദ്ദേഹം പറയുന്നതാണ് ഈ വിശ്വാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒന്നാണ്, ഒരു ഭാഗമുണ്ട്, കൺസീവിങ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തെ ഗർഭം ധരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അതിന് ചില ദൃഷ്ടാന്തം തന്നെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതായത് അതാണ് കൺസീവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസത്തെ ഗർഭം ധരിക്കുക. നാം പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അത് ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അനിവാര്യമാകുന്ന ആത്മീയ ആഹാരങ്ങളിൽ ഒന്നാണ്. ഒന്ന്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. രണ്ട്, ശരിയായ വിശ്രമം, ദാറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. മൂന്ന്, ശരിയായ ബ്രീതിങ്, അതായത് ശരിയായ ശ്വാസോച്ഛ്വാസം. ക്രിസ്തീയ വിശ്വാസിയുടെ ദൈവത്തോട് നിരന്തരമായ സമ്പർക്കം, പ്രാർത്ഥന, ആത്മീയ വളർച്ചയുടെ മൂന്നാമത്തെ ഘടകം. നാലാമത്തത് പ്രോപ്പർ എക്സസൈസ്, അതായത് ശരീരത്തിന് പോഷകാംശമുള്ള ആഹാരം വേണം, ശരിയായ വിശ്രമം വേണം, ശരിയായ വായു, അതിന്റെ ഉച്ഛ്വാസവും നിശ്വാസവും നമുക്ക് വേണം. അപ്പോൾ തന്നെ ശരിയായ കായിക അഭ്യാസവും വേണം, ശരിയായ എക്സസൈസും വേണം. ഇന്നത്തെ കണ്ടീഷണൽ ഡിസീസസ് ആയിരിക്കുന്ന കൊളസ്ട്രോള്, അതായത് കൊളസ്ട്രീമിയ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവയൊക്കെയുമായി ഡോക്ടേഴ്സിന് അടുക്കൽ ചെല്ലുന്ന ആൾക്കാരോട് ഡോക്ടർമാർ ആദ്യം ചോദിക്കുന്ന വിഷയം, എക്സസൈസ് ചെയ്യാറുണ്ടോ? ഇല്ല. കുറഞ്ഞ പക്ഷെ ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂറെങ്കിലും നടക്കണം, ഓരോ മണിക്കൂറെങ്കിലും നടക്കണം എന്ന് പ്രത്യേകം പറയും. പ്രോപ്പർ എക്സസൈസ് എന്താണ്? വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ എക്സസൈസ് വളരെ വ്യക്തമായി ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ അനിവാര്യമായ ഏറ്റവും വലിയ ശരീരാഭ്യാസം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. അതായത് സുവിശേഷീകരണത്തിൽ വ്യാകൃതരായിരിക്കുക. അപ്പോഴെങ്ങനെ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയും. കാരണം അറിയാമോ? നമുക്ക് കർത്താവിലേക്ക് ചില ആളുകളെ നടത്തുവാനായി സാധിക്കുമ്പോൾ നാം ആത്മീയമായി വളരുകയാണ്, സുവിശേഷത്തിൽ വളരുകയാണ്, സുവിശേഷീകരണത്തിൽ വളരുകയാണ്. വിശ്വാസത്തിൽ വളരുന്നു, സുവിശേഷീകരണത്തിൽ വളരുന്നു, ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് പരിജ്ഞാനമുള്ളവരായി നമ്മൾ വളരുന്നു. പിന്നെ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നാം പ്രബുദ്ധയുള്ളവരായി ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ഇതാണ് പത്രോസ് ഇവിടെ പ്രതിപാദിക്കുന്ന പ്രതിപാദനം എന്ന് പറയും. ഞാൻ മുമ്പോട്ട് ദീർഘിപ്പിക്കുവാൻ ഇനി നിർവാഹമില്ല. പത്രോസ് പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കളഞ്ഞു. ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ വളർച്ച അവൻ പ്രാപിക്കേണ്ടതിന് അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി അവന്റെ ജഡത്തിൽ കുടികൊള്ളുന്ന നീക്കിക്കളയേണ്ട 5 ഭാവങ്ങളെ ആദ്യ അപ്പോസ്തലൻ പറഞ്ഞു. സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും. ഇത് നീക്കിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുക. ഏറ്റവും കൂടിയ ഏഷ്യൻ പെയിന്റോ ബർജറിന്റെ പെയിന്റോ ഏത് പെയിന്റ് ആണെന്ന് വന്നാലും നാം നമ്മുടെ വീടുകൾക്കോ നമ്മുടെ മതിലുകൾക്കോ അത് വാങ്ങി അടിച്ച് അതിനെ വർണ്ണശബളിതമാക്കുന്നതിന് മുമ്പ്
ആ വീട് പെയിന്റ് ചെയ്യുന്ന ആൾക്കാര് നന്നായിട്ട് ക്ലീൻ ചെയ്യും. പായലോ മറ്റ് ഡസ്റ്റോ ഡേർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് വാട്ടർ ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ ആ പെയിന്റ് അവിടെ അടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഡേർട്ടിന്റെ പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് കുറെ കഴിയുമ്പോൾ ഇളകി പോരും, കുറെ കൂടെ ഡേർട്ടിയായി അത് പ്രത്യക്ഷപ്പെടും. നമ്മുടെ ആത്മീയ വളർച്ച ഇങ്ങനെയാണ്. നീക്കിക്കളയണതിനെ നീക്കിക്കളഞ്ഞിട്ട് അല്ലാതെ നമുക്ക് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചാൽ നമുക്ക് ആത്മീയമായ പ്രബുദ്ധത ഉണ്ടാവുകയില്ല, വളർച്ച ഉണ്ടാവുകയില്ല എന്നാണ് ദൈവവചനം നിഷ്കർഷിക്കുന്നത്. ഒരു വിശ്വാസി ആത്മീയമായി വളരുവാൻ അവൻ ആഗ്രഹിക്കേണ്ട പോഷകാംശങ്ങളുടെ കൂട്ടത്തില് പറയപ്പെടുന്ന 4 ഘടകങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ മായമില്ലാത്ത വചനം. 2, ശരിയായ വിശ്രാമം, റെസ്റ്റിംഗ് ഓൺ ദി പ്രോമിസസ് ഓഫ് ഗോഡ്. 3, ശരിയായ ശ്വാസോച്ഛ്വാസം, പ്രോപ്പർ ബ്രീതിങ്, ദാറ്റ് ഈസ് പ്രാർത്ഥന, ദൈവസ്ഥയിലുള്ള വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. പൗലോസ് പറയാണ്, നിങ്ങളെ ഓർത്ത് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഒരു വിശ്വാസി എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. പൗലോസിനെ പോലെ ദൈവിക കൃപയും വചനപരിജ്ഞാനവും ദൈവിക വെളിപ്പാടുമുണ്ടായിരുന്ന താൻ പോലും പറയാണ്, ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോൾ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കത്തക്കവണ്ണം എനിക്ക് കൃപ ലഭിക്കണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. 4, ശരിയായ എക്സസൈസ്, അതായത് പ്രോപ്പർ വ്യായാമം, ശരിയായ വ്യായാമം. അപ്പൊ ശരിയായ ഭക്ഷണം, ശരിയായ വിശ്രാമം, ശരിയായ ബ്രീതിങ്, അതുപോലെ ശരിയായ വ്യായാമം. ഇത് ദൈവവചനത്തിൽ നാം പ്രായോഗികമാക്കുമ്പോൾ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയും നാം ദൈവകൃപയിൽ ശരണപ്പെട്ട് കർത്താവിന്റെ ശക്തിയിൽ ആത്മീയമായി വളർച്ച പ്രാപിക്കുകയും അങ്ങനെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായി തീരുകയും ചെയ്യും. ദൈവമായ കർത്താവ് നമ്മെ വരും ദിവസങ്ങളിൽ അതിനായി ഉത്സാഹിപ്പിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ 4ാം ഭാഗം അടുത്ത ആഴ്ചയിൽ വീണ്ടും ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. കർത്താവിന്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.